കേരളത്തിൽ LPG ഗ്യാസ് ക്ഷാമം രൂക്ഷം. ട്രംപിന്റെ പുതിയ ട്രേഡ് പരീക്ഷണങ്ങൾ വരുന്നു. പുതിയ ടാരിഫുകൾക്ക് വഴിയൊരുക്കും. ലോക ഓഹരി വിപണികൾ ഇടിവിൽ. ഏഷ്യ, യൂറോപ്പ് തകർച്ച. മിഡിൽ ഈസ്റ്റ് യുദ്ധം എണ്ണവിലയിൽ തകർത്തു. ഒപ്പം മറ്റു വാർത്തകൾ. ബുക്കർമാൻ ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ദേവിക, ഡിജിറ്റൽ ന്യൂസ് പ്രസന്റർ. വാർത്തകൾ വിശദമായി. കേരളത്തിലെ LPG ഗ്യാസ് ക്ഷാമം. ഇപ്പോഴത്തെ സ്ഥിതി, പരിഹാരങ്ങൾ, പ്രതീക്ഷകൾ. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ആഘാതം, പശ്ചിമേഷ്യയിലെ സംഘർഷവും ഹോർമൂസ് കപ്പൽപാതയിലെ തടസ്സവും മൂലം LPG ഇറക്കുമതി തടസ്സപ്പെട്ടു. ഇത് രാജ്യവ്യാപകമായ ക്ഷാമത്തിന് കാരണമായിട്ടുണ്ട്. കേരളത്തിൽ വാണിജ്യ സിലിണ്ടറുകളുടെ ക്ഷാമം ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിൽ ഏറെ ബാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ മാർച്ച് 9 പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഗാർഹിക ഉപഭോഗത്തിന് മുൻഗണന നൽകിയിട്ടുണ്ടെങ്കിലും ലഭ്യതക്കുറവ് പലയിടത്തും നേരിടുന്നുണ്ട്. കേരളത്തിലെ നിലവിലെ സ്ഥിതി. ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ നഗരങ്ങളിൽ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും രൂക്ഷമായ പാചകവാതക ക്ഷാമത്തിലാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പറയുന്നതനുസരിച്ച് പല ഹോട്ടലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. പലയിടങ്ങളിലും ഇഫ്താർ പാർട്ടികൾ, കല്യാണ വിരുന്നുകൾ തുടങ്ങിയവ റദ്ദാക്കപ്പെടുന്നു. ബേക്കറികളും ഭീഷണിയിലാണ്. ഗാർഹിക സിലിണ്ടറുകൾക്ക് ബുക്കിംഗ് ഇടവേള 25 ദിവസമാക്കി. മുമ്പ് ഇത് 21 ദിവസമായിരുന്നു. ഹോട്ടലുകൾക്ക് 5 സിലിണ്ടറുകൾക്ക് മുകളിൽ സൂക്ഷിക്കാൻ അനുവാദമില്ല. പരിശോധനകൾക്ക് സാധ്യത. റിഫൈനറികൾ PNG, CNG ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. റഷ്യയിൽ നിന്ന് ഗ്യാസ് കപ്പലുകൾ വരുന്നുണ്ടെന്നാണ് വിവരം. ഗാർഹിക സിലിണ്ടർ ബുക്ക് ചെയ്താൽ ഇപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ലഭിക്കുന്നുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തുന്നു. കരിഞ്ചന്ത തടയാൻ പരിശോധനകൾ ശക്തമാക്കി. ഇൻഡക്ഷൻ കുക്കറുകൾ പോലെയുള്ള സമാന്തര രീതികളാണ് പലയിടത്തും ഇപ്പോൾ ആശ്വാസം. ഹോട്ടലുകൾ പലയിടത്തും മെനു വെട്ടി ചുരുക്കി. ഉൽപാദന വർധനവും ഇറക്കുമതി വഴികൾ തുറക്കുന്നതും കൊണ്ട് 2-3 ദിവസത്തിനുള്ളിൽ സ്ഥിതി മെച്ചപ്പെടുമെന്ന പ്രതീക്ഷ. എന്നാൽ യുദ്ധം തുടർന്നാൽ പ്രതിസന്ധി നീണ്ടുനിൽക്കാം. വീട്ടുകാർ ഊർജം ലാഭിക്കുക. ആവശ്യത്തിന് മാത്രം ബുക്ക് ചെയ്യുക. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. മിഡിൽ ഈസ്റ്റ് യുദ്ധം എണ്ണവിലയെ തകർത്തു. ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെ പെർഷ്യൻ ഗൾഫിൽ ടാങ്കറുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിച്ചു. ബ്രെന്റ് ക്രൂഡ് $100 മുകളിലെത്തി. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ വിതരണ തടസ്സം നേരിടുന്നതായി IEA മുന്നറിയിപ്പ് നൽകി. ഹോർമൂസ് പാത അടച്ചാൽ എണ്ണവില $200 വരെ ഉയരുമെന്ന് ഭീഷണി. അമേരിക്ക സ്ട്രാറ്റജിക് റിസർവിൽ നിന്ന് 122 മില്യൺ ബാരൽ പുറത്തുവിട്ടെങ്കിലും വില കുറയുന്നില്ല. ലോക ഓഹരി വിപണികൾ ഇടിവിൽ. ഏഷ്യ, യൂറോപ്പ് തകർച്ച. ഇറാൻ യുദ്ധവും എണ്ണവില ഉയർച്ചയും മൂലം ഏഷ്യൻ, യൂറോപ്യൻ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. വാൾസ്ട്രീറ്റ് ചിലപ്പോൾ ഉയർന്നെങ്കിലും മൊത്തത്തിൽ അസ്ഥിരത. ഇന്ത്യയിൽ നിഫ്റ്റി 23,600 താഴെയും സെൻസെക്സ് 900 പോയിന്റ് നഷ്ടത്തിലും. സ്റ്റാഗ്ഫ്ലേഷൻ ഭീഷണി ഉയർന്നു. വിലകൾ കൂടി, വളർച്ച കുറയുന്നു. ഇതിനിടെ ട്രംപിന്റെ പുതിയ ട്രേഡ് പരീക്ഷണങ്ങൾ വരുന്നു. സുപ്രീം കോടതി ട്രംപിന്റെ ചില ടാരിഫുകൾ നിരസിച്ചെങ്കിലും പുതിയ നടപടികൾ വരുന്നു. ഇത് ആഗോള വ്യാപാരത്തെ ബാധിക്കും. ചൈന, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, മെക്സിക്കോ എന്നിവയ്ക്കെതിരായി അമേരിക്ക വ്യാപാര അന്വേഷണം ആരംഭിച്ചു. ഇത് പുതിയ ടാരിഫുകൾക്ക് വഴിയൊരുക്കും. മറ്റു വാർത്തകൾ. ടെസ്ലയുടെ എനർജി ബിസിനസ് UK-യിൽ വൈദ്യുതി വിതരണത്തിന് അനുമതി ലഭിച്ചു. BMW 2026 ടാരിഫുകൾ മൂലം ലാഭം കുറയുമെന്ന പ്രതീക്ഷ. തായ്വാനിലെ AI ചിപ്പ് ഡിമാൻഡ് മൂലം എക്സ്പോർട്ട് 46% വർധനവ്. GDP പ്രവചനം 7.71% ഉയർത്തി. സൈബർ ആക്രമണം. പ്രോ ഇറാൻ ഗ്രൂപ്പ് മെഡിക്കൽ ഡിവൈസ് കമ്പനി സ്ട്രൈക്കറിനെ ലക്ഷ്യമിട്ടു. ഹെഡ്ലൈൻസ് അഗെയിൻ. കേരളത്തിൽ LPG ഗ്യാസ് ക്ഷാമം രൂക്ഷം. ട്രംപിന്റെ പുതിയ ട്രേഡ് പരീക്ഷണങ്ങൾ വരുന്നു. പുതിയ ടാരിഫുകൾക്ക് വഴിയൊരുക്കും. ലോക ഓഹരി വിപണികൾ ഇടിവിൽ. ഏഷ്യ, യൂറോപ്പ് തകർച്ച. മിഡിൽ ഈസ്റ്റ് യുദ്ധം എണ്ണവിലയെ തകർത്തു. ബിസിനസ് അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ രാവിലെ 7:30. ഹാവ് എ നൈസ് ഡേ.